ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഓണത്തിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അവിയലിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഒട്ടും സമയമില്ലാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മുടെ അവിയൽ ഉണ്ടാക്കാനായിട്ട് ഞാനിതാ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലോട്ട് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിത് ആദ്യം ചേന ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അവിയലൊക്കെ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു രീതിക്ക് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ചേന ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് ഞാൻ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ സൈസ് ക്യാരറ്റാണ് കേട്ടോ. ഈ ഒരു ക്യാരറ്റ് കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് നമ്മുടെ പച്ചക്കായാണ്. പച്ചക്കായ ഞാൻ തൊലിയൊന്ന് ജസ്റ്റ് ഒന്ന് ചീകിയതിന് ശേഷം കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അതുകൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മുരിങ്ങക്കായാണ്. മുരിങ്ങക്കായ ഞാൻ നെടുകയൊന്ന് പിളർന്നെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതുകൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുള്ളത് ചെറിയ സൈസ് ഉരുളക്കിഴങ്ങാണ്. അത് ഞാൻ തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തതാണ്. അതുകൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ചില സ്ഥലങ്ങളിൽ നമ്മുടെ അവിയലിൻ്റെ കൂടെ ഈ ഉരുളക്കിഴങ്ങ് ചേർക്കാറില്ല. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇത്. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് നമ്മുടെ ചീരയുടെ തണ്ടാണ്. ചുവന്ന ചീരയുടെ ആ ഇലയൊക്കെ മാറ്റിയതിന് ശേഷം ഞാൻ തണ്ട് മാത്രം കട്ട് ചെയ്തെടുത്തതാണ്. അതുകൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ചീരത്തണ്ട് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ അവിയലിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ചീരത്തണ്ട് ചേർക്കാതെയാണ് നിങ്ങൾ അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തവണ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പയറാണ്. ഈ പയറില്ലാന്നുണ്ടെങ്കിൽ ബീൻസും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഇത്രയും പച്ചക്കറികൾ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അവിയലിനൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ പച്ചക്കറികളൊക്കെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിതാ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഈ പച്ചക്കറികളൊക്കെ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ പച്ചക്കറികളൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ആ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിത് തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി ഭാഗം ചിരകി എടുത്തതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ചെറിയുള്ളിയാണ്. ഞാനിവിടെ ഒരു 4 ചെറിയുള്ളി തൊലി കളഞ്ഞെടുത്തേക്കുന്നതാണ്. അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1/4 ടീസ്പൂണോളം ജീരകമാണ്. അതുകൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഇത് ജാറിലോട്ട് മാറ്റുകയാണ്. ഇനി ഇതിലോട്ടേക്ക് ഒരു 1/4 ടീസ്പൂണിന് താഴെയായിട്ട് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഞാൻ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഓവറായിട്ട് അരക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. ഇപ്പം ഞാൻ ഇത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം അരക്കാനായിട്ട്, ഓവറായിട്ട് അരയാൻ പാടില്ല കേട്ടോ. അതുപോലെ തന്നെ ഇതിലോട്ട് ജീരകം ഇട്ട് അരക്കുന്ന ടൈമിൽ ഒരു 1/4 ടീസ്പൂണോളം മാത്രം ജീരകം ഇട്ട് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ജീരകത്തിൻ്റെ കുത്തുണ്ടല്ലോ, അത് നമ്മുടെ കറിയിൽ മുന്നിട്ട് നിൽക്കും. ഇപ്പം നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ കറിയിലെ കഷ്ണങ്ങളൊന്നും ഉടയാത്ത രീതിയിൽ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഇനി ആ അരപ്പിൻ്റെ പച്ചച്ചവയ്ക്ക് ഒന്ന് മാറാനായിട്ട് ഞാൻ അടച്ചു വെച്ച് വേവിക്കുകയാണ്.
അരപ്പിൻ്റെ പച്ചച്ചുവയ്ക്ക് ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് അതിലോട്ടേക്ക് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. അധികം പുളിയില്ലാത്ത തൈരാണ്. ഈ ഒരു തൈര് കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ തൈര് ചേർത്തതിന് ശേഷം പിന്നെ അധികമായിട്ട് വേവിക്കണ്ട കേട്ടോ. ഇപ്പോൾ ഇത് നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്തവണ ഓണത്തിന് ഈ ഒരു അവിയൽ കൂടി ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.